ഇറാൻ അതിർത്തിയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇതാ മറ്റൊരു നടുക്കുന്ന വാർത്ത കൂടി വരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ വൻതോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. വെറുമൊരു ആക്രമണമല്ല, മറിച്ച് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന സൈനിക നീക്കത്തിന്റെ 87ാം ഘട്ടമാണ് ഇത് എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ഏകോപിപ്പിച്ചിട്ടുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ പ്രാദേശിക സംഘർഷം നാടകീയമായി വർദ്ധിച്ചിരിക്കുന്നു. IRGC നേവി ചീഫ് അലിറേസ തങ്സിരിയുടെ വധത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 87ാം തരംഗത്തിന്റെ ഭാഗമായാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാൻ അവകാശപ്പെടുന്നതനുസരിച്ച് US 5ാം കപ്പൽപ്പടയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഉൾപ്പെടെ ബഹ്റൈൻ, UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ US ബന്ധമുള്ള സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. US സഖ്യകക്ഷികളുടെ കമാൻഡ് സെന്ററുകൾ, റഡാർ സംവിധാനങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ചാണ് IRGC ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ബഹ്റൈനിൽ കമാൻഡർമാരുടെ യോഗം നടക്കുന്നതിനിടെ ഒരു പ്രധാന സൈനിക സമുച്ചയത്തിന് സമീപം ഡ്രോണുകൾ പതിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. UAEയിലെ അൽ മിൻഷാദ് എയർബേസിന് സമീപമുള്ള US കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ തകർക്കപ്പെട്ടതായും സൗദി അറേബ്യയിൽ F-16 യുദ്ധവിമാനങ്ങളെ നയിക്കുന്ന റഡാർ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടതായും ഇറാൻ അവകാശപ്പെടുന്നു. ബഹ്റൈൻ, UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ തങ്ങളുടെ കൃത്യതയാർന്ന മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടിരിക്കുന്നത്. US 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ ബഹ്റൈനിൽ കമാൻഡർമാരുടെ സുപ്രധാന യോഗം നടക്കുന്നതിനിടയിലാണ് ഡ്രോണുകൾ പതിച്ചിരിക്കുന്നത്. ഇത് US സൈനിക നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. അൽ മിൻഷാദ് എയർബേസിന് സമീപമുള്ള US കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ തകർത്തതായാണ് ഇറാൻ മറ്റൊരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സൈന്യത്തിന്റെ കണ്ണും കാതും എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത്തരം കേന്ദ്രങ്ങളെ തകർക്കുന്നത് US നീക്കങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളെ നിയന്ത്രിക്കുകയും വഴികാട്ടുകയും ചെയ്യുന്ന റഡാർ സംവിധാനങ്ങളെയാണ് ഇറാൻ തകർത്തിരിക്കുന്നത്. ഇതോടെ വ്യോമാക്രമണങ്ങൾ നടത്താനുള്ള US സഖ്യകക്ഷികളുടെ ശേഷിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ആലോചിക്കേണ്ടത് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളിലുള്ള US കേന്ദ്രങ്ങളെ ഇറാൻ നേരിട്ട് ആക്രമിക്കുമ്പോൾ അത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ഒരു ലോകമഹായുദ്ധത്തിന്റെ ലക്ഷണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. US ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഹോർമൂസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകളുടെ നീക്കം അത് തടസ്സപ്പെടുത്തുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് ലഭ്യമാകും. സംഘർഷം കൂടുതൽ സങ്കീർണമാകുമ്പോൾ അതിന്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ചും എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ജനങ്ങൾ ജാഗരൂകരാണ്. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇതിലേക്കാണ്. യുദ്ധം വെറും ഒരു ഭീഷണിയല്ല, അതൊരു യാഥാർത്ഥ്യമായി ഇസ്രായേലിന്റെ ഓരോ തെരുവിലും മുഴങ്ങുകയാണ്. ഹിസ്ബുള്ളയും ഇറാനും ഒരേ സമയം ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുമ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ദശകങ്ങൾ കണ്ടിട്ടില്ലാത്ത പോരാട്ടത്തിനാണ്. ഹൈഫയിലെ ഇസ്രായേലി നാവിക താവളത്തിന് നേരെ ഹിസ്ബുള്ളയുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായി. സാധാരണ മിസൈലുകളല്ല, മറിച്ച് ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ള അഡ്വാൻസ്ഡ് മിസൈലുകളാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ ഉണ്ടായ വൻ തീപിടുത്തം ഇസ്രായേലിന്റെ ഊർജ്ജ മേഖലയ്ക്ക് വലിയൊരു ആഘാതമാണ് നൽകിയിരിക്കുന്നത്. ഹൈഫയിലും പരിസരത്തുമായി 5ഓളം കേന്ദ്രങ്ങളിലാണ് പ്രഹരമേറ്റത്. ഇത് വെറും ഒരു സൈനിക നീക്കമല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാനുള്ള വ്യക്തമായ പദ്ധതിയാണ് എന്ന് വേണം കരുതാൻ. ഹൈഫയിലെ പുകയടങ്ങുന്നതിന് മുൻപ് തന്നെ ഇറാൻ തങ്ങളുടെ ബലിസ്റ്റിക് മിസൈലുകൾക്കും തിരികൊളുത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ വടക്ക് മുതൽ തെക്ക് വരെ ഒരേ സമയം സൈറനുകൾ മുഴങ്ങിയ ഒരു രാത്രിയാണ് കടന്നുപോയത്. നെതന്യ, തിബീരിയൻസ്, ലോവ ഗലീലി എന്നിങ്ങനെ നീളുന്നു ആക്രമണ ഭീഷണി നേരിട്ട നഗരങ്ങളുടെ പട്ടിക. ഇതിൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് തെക്കൻ മേഖലയായ ബീർഷബയിലാണ്. അവിടെ മിസൈലുകൾ പതിച്ചതിന് പിന്നാലെ കെമിക്കൽ ഹസാഡ് അഥവാ രാസായുധ ഭീഷണി നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇറാന്റെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് ഗോറം ഷഹർ 4 അല്ലെങ്കിൽ ഫത്ത പോലുള്ള ഇസ്രായേലിന്റെ അയൺ ഡോമിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധം ഇപ്പോൾ ഇസ്രായേൽ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് ഒരു വലിയ പ്രാദേശിക യുദ്ധമായി അത് മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ നിന്ന് ലെബനൻ അതിർത്തിയിലേക്ക് വരാം. അവിടെ സ്ഥിതിഗതികൾ അതിവേഗം മാറുകയാണ്. ടാങ്ക് വിരുദ്ധ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള ഒളിപ്പോര് ശക്തമാക്കിയിരിക്കുന്നു. തെക്കൻ ലെബനനിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടതായി IDF സ്ഥിരീകരിച്ചു കഴിഞ്ഞു.
ഇസ്രായേലിന്റെ ടാങ്കുകൾ വൻതോതിൽ തകർന്നു എന്ന ഇറാന്റെ അവകാശവാദങ്ങൾ IDF നിഷേധിക്കുന്നുണ്ട് എങ്കിലും ഹിസ്ബുള്ളയുടെ യുദ്ധതന്ത്രങ്ങൾ മുൻപത്തേക്കാൾ പ്രഹരശേഷിയുള്ളതാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇതിനിടയിലാണ് മറ്റൊരു പ്രധാന വാർത്ത വരുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സഹായികളോട് നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടന്നാലും ഇറാനെതിരായ സൈനിക നടപടി അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ടെഹ്റാൻ ഈ ജലപാതയ്ക്ക് മേലുള്ള പിടിമുറുക്കുന്നത് ആഗോള എണ്ണ വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇസ്രായേൽ ഇപ്പോൾ ഒരു മൾട്ടി ഫ്രണ്ട് ബാറ്റിൽ ഫീൽഡാണ്. വടക്കുനിന്ന് ഹിസ്ബുള്ളയും വടക്കുകിഴക്കുനിന്ന് ഇറാനും ഒരേ സമയം സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന എങ്ങനെ മറികടക്കുമെന്നത് വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്.